നീ ഇവിടെ ഞാൻ പോയി വല്ല കഴിച്ചു. പിന്നെ ഞാനോ? അപ്പച്ചൻ താഴെ ഉണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് കഴിക്കണ്ടേ? നമുക്ക് ഒരുമിച്ച് കഴിക്കാളിയാ. ഇന്ന് എന്താ അളിയാ? ദോശ മുട്ടക്കറി. എന്റെ അണ്ണാ വിനോദ്, അപ്പച്ചൻ അസൗകര്യമായെന്ന് തോന്നുന്നു. ഇവിടുന്ന് പലപ്പോഴും ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത് ആദ്യമാ. എങ്ങനെ? അല്ല, അപ്പച്ചനുമായിട്ട് ഇങ്ങനെ. നമുക്ക് നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് അപ്പച്ചനെ നേരത്തെ അറിയാം. എങ്ങനെ അറിയാം? കമ്മീഷണർ തല്ലിയ കേസില് അപ്പച്ചനാണല്ലോ ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി വാദിച്ചത്. ഞങ്ങളൊക്കെ അപ്പച്ചന്റെ വാദം കേൾക്കാൻ വരുമായിരുന്നു. നല്ല മൊരാന്നിരിക്കും. സ്റ്റുഡൻസിന്റെ ഇടയിൽ അപ്പച്ചന് വലിയ പേരാ. പേരുണ്ടായിട്ട് എന്ത് കാര്യം? നോക്കിക്കണ്ട് നടത്താൻ ആളില്ലെങ്കിൽ ഇത്രയും നാളുകൾ ഉണ്ടാക്കിയ പേരും പ്രാക്ടീസും ഒക്കെ വെറുതെ ആവില്ലേ? അതെ അതെ, ഞാൻ എപ്പോഴും തന്നോട് ചോദിക്കാറുണ്ട്, ഇത്രയും പേരെടുത്ത ഒരു വക്കീൽ അപ്പച്ചൻ ഉണ്ടായിട്ടും നീ എന്താടാ LLBക്ക് പോകാത്തത്, നീ എന്താടാ LLBക്ക് പോകാത്തത്? ദൈവമേ, ഈ സാഹചര്യം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ LLB എടുത്തേനെ. ഇനിയിപ്പോ ഒന്നും നടക്കുകയല്ല, ഇല്ലേ അപ്പച്ചു? ഏതായാലും താമസിയാതെ എനിക്ക് അപ്പച്ചന്റെ സഹായം വേണ്ടി വരും. എന്ത് സഹായം? ഒരു 3 മാസം കൂടെ നോക്കും. എനിക്കൊരു ജോലി ശരിയായില്ലെങ്കിൽ 1-2 വരെ ഞാനിവിടെ തട്ടും. എന്നിട്ട് ഞാൻ അപ്പച്ചന്റെ അടുത്തോട്ട് വരും. തൂക്കിക്കൊലയിൽ നിന്നും ജീവപര്യന്തമാക്കി എന്റെ ശിക്ഷ ഇളവ് ചെയ്ത് ധരിപ്പിക്കണം. ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം വല്ല ജയിലിലും പോയി കൊഴുക്കട്ടേന്ന് നിന്ന് കിടക്കുന്ന. ഞങ്ങൾക്കും അതാ ലാഭം.